അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ കീശ്ശേരി വീട്ടിൽ പോയി ഏട്ടന്മാരെ വീട്ടിലെല്ലായിടത്തും പോയി അങ്ങനെ ഞങ്ങളിതാ എൻ്റെ വലിയ ചേച്ചീൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ചേച്ചീൻ്റെ വീട് ചെങ്ങരയാണ് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ ചേച്ചി ഏട്ടന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചേച്ചിക്ക് 3 പെൺകുട്ടികളാണ്. ഓരോ 3 കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ട്. ഓരോ വീടുകളിലേക്കൊക്കെ നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ പോകാം. അപ്പോൾ ഫ്രണ്ട്സ് ഏട്ടൻ അവിടെ ഉണ്ട്, ഫോണൊക്കെ വിളിച്ച് നിൽക്കുന്നുണ്ട്. ചേച്ചി അവിടെ ഉണ്ടാവുമോ അറിയില്ല, കാരണം ചേച്ചി ഒരു ആശാപ്രവർത്തകയാണ്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചേച്ചി ഇല്ലെങ്കിൽ ഏട്ടൻ എന്തായാലും ഉണ്ട്, കാരണം അവിടെ ഫോൺ വിളിക്കുന്നത് കാണുന്നുണ്ട് ഞാൻ. ചേച്ചി ഉണ്ട് എന്നാണ് ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഏട്ടാ ചേച്ചി ഉണ്ടോ ഇവിടെ? ഉണ്ടാവും, നല്ല ഉണ്ടല്ലോ, അതാ സമാധാനം. അയ്യോ എന്താ ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. ഞാൻ ചേച്ചി ഏട്ടന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു പ്രതി. എന്നാ വന്നേ അങ്ങോട്ട് വരണു. അതെ ഫ്രണ്ട്സിന്റെ ചേച്ചി വരുന്നു. 2 ചേച്ചി കേറിക്ക വീഡിയോ എടുക്കണ്ട്. അല്ല എന്താ ഒരുങ്ങി. അപ്പൊ എന്നാ വന്നേ? ഓ ഫ്രണ്ട്സ്, ഇത് ചേച്ചീന്റെ മോളാണ്. ഇത് രമ്യ ചേച്ചീന്റെ മോള്. സർപ്രൈസ് ആണ്, ഞങ്ങൾ പറഞ്ഞുതരാം. എല്ലാം കൂടി ഇപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രസം പോയില്ലേ. ഏട്ടൻ ഭയങ്കര ബിസിയിൽ വന്നിട്ടുണ്ടല്ലേ? മക്കളൊക്കെ ഇല്ലേ? ആണോ? അയ്യോ, അപ്പൊ ഞങ്ങള് വന്നെന്തായാലും നന്നായില്ലേ ഈ സമയത്ത്. സുഖായില്ലേ പനിയൊക്കെ? പനിയൊക്കെ സുഖമായി. വീഡിയോ ഉണ്ടല്ലേ? അതെ, അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടായില്ല, എന്നാലും ഉള്ളത് അങ്ങനെ ശരിയായി. ഇല്ലില്ല, ചിന്നുവിന് ചെറിയൊരു ചുമണ്ടേ. പരീക്ഷ ഓന് പരീക്ഷ നല്ല എളുപ്പമുണ്ടായിരുന്നു. 2 കഴിഞ്ഞു. ഇനി 4-ാം തീയതി ഉള്ളത് വീട്ടിലുണ്ട്. പിന്നെ എൻ്റെ കൂടെ പോരണം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും മനും കൂടി സ്കൂട്ടിമിൽ പോരുന്നോണ്ട് പിന്നെ പോരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആശേന്റെ വലിയ കൊമ്പത്താണ് കേട്ടോ. ഏട്ടാ ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കേട്ടാ, ഇങ്ങോട്ട് നോക്കി. ഇതെന്താ അറിയോ? ഒരു മധുരം. നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചെറിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സന്തോഷം പങ്കിടാം. നമ്മളെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രം, അതായത് എൻ്റെ ചേച്ചിമാരും ഏട്ടന്മാരും ഇപ്പം തൽക്കാലം അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് കേട്ടോ. പിന്നെ ഏട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ നമ്മളെ വാർഡ് മെമ്പറാട്ടോ, വലിയ ആളാണ്. ഏട്ടൻ എന്തെങ്കിലും 2 വാക്ക് പറയും ഞങ്ങളെ ചാനലിനെ കുറിച്ച്, വീഡിയോനെ കുറിച്ചൊക്കെ. എനിക്ക് ഇഷ്ടമാവുണ്ടോ വീഡിയോ ഒക്കെ? തിരക്ക് കാരണം വീഡിയോ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല. അപ്പോഴൊക്കെ നോക്കും. തരക്കൊടൊന്നുമില്ല, നല്ല പ്രതികരണമാണ്. ഏട്ടന്റെ വാർഡ് എത്ര വാർഡെന്ന് പറഞ്ഞു കൊടുക്കി? 15 വാർഡ്. രാമചന്ദ്രൻ എന്നാട്ടോ ഏട്ടന്റെ പേര്. ഇപ്പം നമ്മളെ ഈ പരിസരത്തുള്ളവർക്കൊക്കെ നമ്മളെ ഈ വീഡിയോ കാണുമ്പോൾ ഏട്ടനെ എന്തായാലും അറിയുണ്ടാവും. പിന്നെ രമ്യ വാ വാ, ഈ എവിടെ? മക്കളൊക്കെ ഇവിടെ? എല്ലാരും കുട്ടികളൊക്കെ നമുക്ക് അവിടേക്ക് പോകാം. ഇത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ചെറുതായിട്ട് നമ്മൾ വിജയിച്ചെങ്കിൽ വരികയാണല്ലോ. അപ്പൊ അതിന് ചുക്കാൻ പിടിച്ച ആൾക്കാരാണ് ഇതൊക്കെ. നമ്മളെ രമ്യൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ പിന്നെ ചെറിയൊരു മധുരം അങ്ങനെ. ഇനിയും വിജയങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ? ഇപ്പൊ 10K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് 100K 10K കഴിഞ്ഞിട്ടോ. ഏകദേശം ഒരു 15ന്റെ അടുത്തൊക്കെ എത്താനായിട്ടുണ്ട്. നിമ്മിയുണ്ടോ? ചിക്കൻ പൊരിക്കുക, ബിരിയാണി ചിക്കൻ. ഞാൻ വന്നപ്പോ ഓളി വിളിച്ചതായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇരുമ്പുഴിക്കും നിലമ്പൂരിക്കും പോണം. അങ്ങനെ കഴിഞ്ഞപ്പോ നിമ്മിയ വാ. ഇതാണ് നമ്മളെ ഗർഭിണി കുട്ടിയാണ്. ഇത് നിമ്മിയ, മറ്റേത് ഇത് ചെറിയ മോള് ചേച്ചിന്റെ മക്കളെ വിളിക്ക്. ഇത് പിന്നെ ചെറിയ മോളാണ്. ഞങ്ങള് ഒരു സർപ്രൈസ് മധുരമൊക്കെ കൊണ്ട് വന്നാണ്. ഈ ഇവിടെ ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഹൽവയൊക്കെ അമ്മേ റിച്ചു. ഇതൊക്കെ നമ്മളെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. എന്താ മധുരം? ഇതാരാണ്? എല്ലാരും ഏതായാലും ഇവിടെ കാണാത്ത അനുമോളെ. ദൈവമേ, ഇവരൊക്കെ നമ്മളെ ഫാൻസ് കേട്ടോ. ഭയങ്കര കട്ടൊക്കെ വീഡിയോ കണ്ടിട്ട് തീർത്ഥമൂളം തുടങ്ങിയിട്ടുണ്ട്. അറിയാലോ. അപ്പൊ എല്ലാരും മധുരം എടുത്തോളി. അപ്പൊ ഹസ്ബൻഡ് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ? എവിടേക്ക് കല്യാണം കഴിച്ചു? കല്യാണം കഴിച്ച് ഇരുമ്പുഴിയാണ്. ഇരുമ്പുഴി. പിന്നെ ഹസ്ബൻഡ് ഗൾഫിലാണ്.
പിന്നെ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ ടീച്ചറാണ് കേട്ടോ, കോളേജിൽ പഠിപ്പിക്കാണ് ടീച്ചറമ്മ. ഇനി നിമ്മയെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ നമ്മള് ചെറിയ കുട്ടിയാണ്. ഈ തടി പെണ്ണോ നോക്കണ്ട, തടി പെണ്ണോ നോക്കണ്ട, ഞങ്ങള് നിമ്യാസിനിയാണ് ഇത്, നിമ്യാസിനി. ഞാൻ നിലമ്പൂരിക്കാണ് കല്യാണം കഴിച്ചത്. ഹസ്ബൻഡ് കണ്ണൂർ വർക്ക് ചെയ്യാണ്. ഒരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ കുട്ടിയാ. അതാണ് ഞാൻ പറഞ്ഞു, ഓള് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൽവയൊക്കെ കൊണ്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നിലമ്പൂരിക്ക് ഇരുമ്പുഴിക്കൊന്നും വരാതെ കഴിഞ്ഞു. അല്ല നിങ്ങള് വരുണ്ടോ? അല്ല ഇനിയിപ്പോ വരണ്ട് വീഡിയോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോ അങ്ങോട്ട് വരണ്ടല്ലോ, അങ്ങനെ പോരെ. അല്ല നിങ്ങള് വരുണ്ടോ? ആ കാണാം, ഞങ്ങള് പിന്നെ ഒരു ദിവസം വരണ്ട് എന്നാല്. അപ്പൊ പിന്നെന്താ, ഞങ്ങളിനി അതേപോലെ സർപ്രൈസും കൊണ്ട് ബിൻ ചേച്ചി, കുഞ്ഞാൾ ചേച്ചി അങ്ങോട്ടൊക്കെ പോവാണ്ട്. പിന്നെ മുത്തു ഉണ്ണി അവിടേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയാലോ? അത് ബിരിയാണി പാർസലാക്കി തന്നാല് തിന്നാൻ തരില്ല. വേണ്ട, ഞങ്ങൾ പോട്ടെ. ഇനി എന്താ ഞാൻ പറഞ്ഞില്ല, ചേളാരി പിള്ളേർ അവിടെയൊക്കെ പോവാണ്ട്. ഏകദേശം ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലാ. എങ്ങനെയായാലും പറ്റെങ്കിൽ ഇന്ന് തന്നെ ഫുള്ളാക്കാൻ നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. ചോറ് വേണ്ട കേട്ടാ, ചോറ് ഞാൻ പറഞ്ഞില്ലേ അത് സാറില് ഞങ്ങള് പിന്നാറുണ്ട്. പിന്നെ ഉണ്ടാവില്ലാന്നോ? ഉണ്ടാവും. ഇന്ന് ചേച്ചിയെ പോട്ടെ. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടിട്ട് കട്ട വെയിറ്റിംഗ്. അപ്പൊ ഇവരൊക്കെ എല്ലാരും കണ്ട. എന്റെ കോളേജിലുള്ള ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, രാജി. അവർക്ക് ഭയങ്കര ഇഷ്ടം. മൂക്കൊക്കെ എപ്പോഴും എന്നോട് പറയും എന്താ പറയാ, ആ ഒരു പെർഫോമൻസും ആ വേ ഓഫ് എന്താ പറയാ സംസാരമൊക്കെ ഭയങ്കര. ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഓലൊക്കെ കാണാൻ നേരിട്ട് പോവാം കേട്ടോ. എന്നാ ശരി കേട്ടാ. ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം ഞാൻ പറഞ്ഞില്ലേ നേരമില്ലാത്തോണ്ടാ. പിന്നെ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നതിൻ്റെ ചെറിയ ചേച്ചി, അതായത് കുഞ്ഞേച്ചീനെ നിങ്ങൾക്ക് എല്ലാവർക്കും നിശ്ചയുണ്ടാവല്ലോ. കുഞ്ഞേച്ചീൻ്റെ കടയൊക്കെയാണ് നമ്മൾ പോകാൻ പോണേ കേട്ടോ. അപ്പോൾ കുഞ്ഞേച്ചീൻ്റെ കട അവിടെ അപ്പുറത്താണ്. കുഞ്ഞേച്ചിക്ക് ഒരു സർപ്രൈസ് പറഞ്ഞൊരു വീഡിയോ ചെയ്തതെന്ന് അതിൽ കുഞ്ഞേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞേച്ചീനെ എല്ലാവർക്കും നിശ്ചയുണ്ടാവും. പക്ഷേ നമ്മൾ വരുന്നത് കുഞ്ഞേച്ചി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇവിടെ എങ്ങനെയാണ് കട, നമ്മൾ പോയി നോക്കാം കേട്ടോ. എന്താർത്താനോ അന്തം വിട്ട് കണ്ണു തള്ളി നിൽക്കണ ഈ ആളാണ് ഫ്രണ്ട്സിന്റെ കുഞ്ഞേച്ചി. മൈക്ക് ഒന്ന് കാണിച്ചാൽ അല്ല, മൈക്കല്ല മകം. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയുണ്ടാവും കുഞ്ഞേച്ചീനെ. അന്തം വിട്ടോ? സ്ഥിരമുള്ള നൊലോളിയൊന്നും വേണ്ട. ഇന്നാള് കണ്ടപ്പോൾ ഒരു നൊലോളിന്റെ വക്കിലെത്തിയത്. ഇപ്പോഴെന്റെ അടിയടിച്ചാണ്, ഇപ്പോഴാണ് ഇത് സത്യം മനസ്സിലായി. ഇതിലുള്ള വഴിയൊക്കെ എങ്ങനെ മനസ്സിലായി? ഞങ്ങളോടാണ് കളി. അതന്നെ, ഞങ്ങള് സർപ്രൈസ് ആയിട്ട് വരുമല്ലേ. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ വരണ്ടേ. മാസ്ക് എന്നായിട്ട് വർത്താനം നല്ല വർത്താനം. എപ്പോഴാ പോകുന്നുണ്ടാവൂ? ഞങ്ങള് ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും. കിളിക്കലിങ്ങൊന്നും ഇവിടെ എത്തണ്ടേ. രാവിലെ വിളിച്ചപ്പോ വരൂലെന്ന് പറഞ്ഞു. അല്ല പിന്നെ വരും പറഞ്ഞിട്ട് വരാൻ പറ്റുമോ? അതപ്പോ അതല്ല സർപ്രൈസ് തരേ. അപ്പൊ എന്തിനാ വന്നറിയോ? ഇത് തരാനാ വന്ന്. താങ്ക് യു. വിശേഷിച്ചെന്താ? ഇതിന് പൊട്ടത്തിയെടുത്തിന് നോർമൽ. നമ്മള് യൂട്യൂബ് ചാനല് നല്ല റീച്ചായി ഇങ്ങനെ വരികയാണ്. അപ്പൊ നമുക്ക് കുറച്ച് വരുമാനമൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ നാളെ സ്കൂട്ടിയൊക്കെ വാങ്ങിയൊക്കെ കണ്ടില്ലേ. അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലില് നമ്മളെ കൂടെ കുറച്ച് നമ്മളെ ഫാമിലി, നമ്മളെ ചാനൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തില്ലേ എന്നല്ലേ. അപ്പോൾ ആ ഒരു ഫാമിലിയിലുള്ള നമ്മളെ മെമ്പേഴ്സിന്, അതിൻ്റെ ചേച്ചിമാരും ഏട്ടന്മാർക്ക് എല്ലാവർക്കും മധുരം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വലിയച്ഛൻ്റെ അടുത്തൊക്കെ പോയി, അവിടെയൊക്കെ പോയി, വീട്ടിലൊക്കെ പോയി അങ്ങനെ പോരുകയാണ്. വല്ലാത്ത സർപ്രൈസ്. ഇത്രയും ദൂരം വന്നിട്ടൊന്ന് വിളിച്ചു പറഞ്ഞേക്കാണ് സർപ്രൈസ് പോയി. ഞാൻ ഇവിടെ സോനുക്കെ ഉണ്ടാവും വിചാരിച്ചു. സോനു വീട്ടിലാ. അപ്പൊ ചേച്ചിയുടെ കടയാണിത്, പവിഴം ഗോൾഡ് കവറിങ്. ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ച് പറഞ്ഞാട്ടോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട് വീട്ടല്ലേ? ചേട്ടൻ ഉണ്ടാവേക്കില്ല അവിടെ? ചേട്ടൻ ഉണ്ടാ മതിയോ? നമ്മള് ഇവിടേക്ക് അന്ന് ഒരു ദിവസം വന്നിരുന്നു, യോർക്കാൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന്. അയ്യോ, ആളതാ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കണ്ടു ഉള്ളിക്ക് പോവല്ലേ, അവിടെ നിൽക്കി. വീഡിയോ പിടിക്കാൻ വന്നത് ഞങ്ങൾ ഇങ്ങളെ പിടിക്കാനാ വന്നത്. പിന്നെ ഞങ്ങളെ
ഒരു മധുരം തരാനായിട്ട് വന്നതാണ്. ആദ്യം കുഞ്ഞേച്ചിൻ്റെ വീടിൽ പോയി. കുഞ്ഞേച്ചിക്ക് ഒരു ബിഗ് സർപ്രൈസ് എടുത്ത്. അവളിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി വെച്ചാണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും അന്തം വിടലുണ്ടായോ? അതാ ഇല്ലാന്നോ? ഇത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു ചെറിയൊരു മധുരം. അപ്പതാ ഇത് വാങ്ങി. മധുരം തിന്നാൻ പറ്റൂല. അല്ല അത് സാരില്ല. എവിടെ? ആ ഇങ്ങോട്ട് വേണോ സൈനോ? ഇതെന്താ? ഇയാളാണ് സോനു, നമ്മളെ എന്താ പറയാ കുഞ്ഞേച്ചീൻ്റെ ചെറിയ കുട്ടി. ഇവർക്ക് ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അനു. അവിടെ എല്ലാം ഗൾഫിലാണ്. നമ്മളെ വീഡിയോയ്ക്ക് ഒന്നും നിൽക്കാത്തതിന് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അവിടെ അല്ലേ. ഏതായാലും അനുവൊക്കെ വന്നിട്ട് നമുക്ക് അടിപൊളിയാക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ്. നമുക്കിനി ഞങ്ങൾ പൈസ എത്ര കിട്ടിയെന്ന്? ലക്ഷങ്ങൾ കിട്ടി, ലക്ഷങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മധുരം കൊണ്ട് ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഈ മധുരത്തിൽ ഒതുക്കാം. പിന്നെ നമുക്ക് ഗ്രാൻഡ് പാർട്ടിയൊക്കെ ആയിട്ട് പിന്നെ ഇനി ഇതേപോലെ നല്ല വരുമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അടിപൊളിയാക്കാം. എന്നാൽ ഞങ്ങൾ പോയാലോ? വീട്ടിലേക്ക് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇതിന്റെ ഭാഗം നിങ്ങൾ കുറേ എടുക്കാണ്ടേ. ഇപ്പം നിങ്ങളെ മൂന്നാളും കാണില്ല, വീട്ടിൽ വേറെ ആരുമില്ല, ഇവർ മൂന്നാളും തന്നെ ഉള്ളൂ. വീട്ടിലേക്ക് പോകുന്ന വീടൊക്കെ ഒന്ന് കണ്ടു എങ്ങനെ നേരം ഉണ്ടെങ്കിലോ നിങ്ങൾ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. അങ്ങനെയല്ല ഗോ, ഇനി നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകേണ്ടിരിക്കാൻ മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി വീട്ടിലേക്ക് നമുക്ക് പിന്നെ ഒരു ദിവസം ഏതായാലും ഇനിയിപ്പോൾ നിങ്ങളെ മൂന്നാളും കണ്ടില്ലേ. ആയിക്കോട്ടെ, എന്നാ അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ വേറെ ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾ പോവാ. പോട്ടെ സോനു, പോട്ടെ. പിന്നെ കാണാം. അത് ഇനി കുറേ സ്ഥലത്ത് ഇനി വീഡിയോ എടുക്കാണ്ടേ. അപ്പോൾ കുഞ്ഞേച്ചിൻ്റെ അടുത്ത് പോയി നമ്മൾ വന്നു. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിൽ പോയില്ല, മഴയൊക്കെ വരുന്നതുകൊണ്ട് നേരം വൈകുന്നേരം ആയില്ലേ. അപ്പോൾ വല്യേച്ചിക്കും പിന്നെ കുഞ്ഞേച്ചിക്കും സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് എവിടെ പോകാനുള്ളത്? ഞങ്ങൾക്ക് ചെറിയ ചേച്ചീൻ്റെ വീട്ടിൽ, അതായത് പുല്ലാരത്തെ ചേച്ചീൻ്റെ വീട്ടിലാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിലായിട്ടാണ് ഇനി വരിക. അപ്പോൾ ആ എപ്പിസോഡ് എല്ലാവരും മുടങ്ങാതെ കാണണം. അതുവരേക്കും എല്ലാവർക്കും ചെറിയ ടാറ്റ. വിജയ്, ഞങ്ങൾ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളെ മനസ്സിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ ഞങ്ങൾ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിരുന്നല്ലേ. എന്നാൽ ഞങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കണം. ഞാൻ തന്നെ എന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഈ എല്ലാവരും മുന്നിൽ. പോരെ, ഇത്ര ഈ അവസരത്തിലേക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് സങ്കടം വരുന്നുണ്ട്.